കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന അതേ ഫ്രസ്ട്രേഷൻസും വിഷമങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ കുഞ്ഞിന് ചെറുതായിട്ടൊരു പനി വന്നതാണ്. പനി വന്ന് മണിക്കൂറുകൾക്കുള്ള അത് ഭയങ്കരമായിട്ട് വേഴ്സനാവുകയും അവന് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് എന്താ പറയുക ഒരു ICU അഡ്മിഷനൊക്കെ വേണ്ടി വന്നൊരു സാഹചര്യമാണ് കേട്ടോ നമുക്കുണ്ടായത്. അപ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവൻ ഓടിച്ചാടി നടന്ന് ചിരിച്ച് നടന്നിരുന്നൊരു കുട്ടി പെട്ടെന്ന് പിറ്റേ ദിവസം മോർണിംഗ് ചെറുതായിട്ടൊരു പനി വന്നു. അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നു. അപ്പോൾ അവർ എന്താ പറയുക ICUയിലോട്ടൊക്കെ അഡ്മിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി. 2 സ്ഥലത്തുനിന്ന് ഞങ്ങൾ റെഫറൽ മേടിച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ 2 ഡോക്ടർമാരും പറഞ്ഞത് അവന് ICU അഡ്മിഷൻ വേണമെന്നാണ്. അപ്പോൾ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഇരുന്ന് കരയുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ ഞങ്ങളുടെ ഒരുപാട് പേര് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബെറ്ററായപ്പോൾ അവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് കണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കുറേ പേരുടെ ഫോണൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് അവിടുത്തെ സാഹചര്യം അതായിരുന്നു, അതുകൊണ്ടാണ് ആർക്കൊന്നും തോന്നരുത്. അപ്പോൾ വിളിച്ചന്വേഷിച്ചവരോടും മെസ്സേജ് അയച്ചവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വിളിച്ചന്വേഷിക്കാത്തവരും ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. കുറേ പേര് നമ്മളെ കണ്ടിട്ടും അറിഞ്ഞിട്ടും നമ്മളെ മൈൻഡ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഒരു ആപത്ത് കാലഘട്ടത്തിൽ നമ്മളെ സഹായിച്ചവരനെയും അല്ലെങ്കിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കാൻ പറ്റിയൊരു സാഹചര്യം കൂടി ആയിട്ടാണ് ഞാനിതിലെടുക്കണേ. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ പാരൻസ് എപ്പോഴും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഡാഡിയൊക്കെ വരുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഡാഡി 3 നേരം വരുമായിരുന്നു, കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ വരുമ്പോൾ. അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം വരുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എപ്പോഴും ഈ ഹോസ്പിറ്റലിൽ ഈ ഇഞ്ചക്ഷനും നീഡിലും ഇതൊക്കെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ, നമുക്കറിയുന്ന ആൾക്കാർ വരുന്നത് കാണുമ്പോൾ അവന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നാൾ നമ്മുടെ ഒരു 3-4 ദിവസം ഓക്സിജൻ്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് അവന് സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ആയത്. അത് കഴിഞ്ഞിട്ട് ഒരു 2-3-4-5 ദിവസം ഇങ്ങനെ ഇപ്പോൾ അവൻ ഓക്കെ ആയി. അപ്പുറത്തെ ബെഡിലത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഒടുക്കത്തെ കമ്പനിയൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് സാറ്റർഡേ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തപ്പോൾ എല്ലാവരുമായിട്ട് ഇതേ കെട്ടിപ്പിടിച്ച് ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ മാതാവിനോടൊക്കെ ഇനി ഇങ്ങോട്ട് വരത്തല്ലേ എന്നൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കുറേ പേര് എന്തിനാണ് ഈ സമയത്ത് വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളുടെ എന്താ പറയുക, അവനെ വീഡിയോ കാണുന്നതും ഫോട്ടോ കാണുന്നതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.